ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ നമ്മൾ 2022 UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി, 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു. അത് തെറ്റായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. കേരള സിംഹം എന്നറിയപ്പെട്ടു. ശരിയാണ്. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. അപ്പം ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബാക്കി മൂന്നും ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ച് വസ്തുതകളെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായി യോജിപ്പിച്ച് കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻസ് ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ചെമ്പഴന്തി ആശ്രമം, ചാന്നാർ ലഹള. അതിൽ ബി സെക്ഷനിൽ കൊടുത്തത് KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ, വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ, ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരു, ചാന്നാർ ലഹള വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? അപ്പോൾ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു. അപ്പം അത് ശരിയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹ്യ പരിഷ്കർത്താവ്, അതും ശരിയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു. അത് തെറ്റാണ്. നാലാമത്തെ ഓപ്ഷൻ, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. അപ്പം തെറ്റായ ഉത്തരം ഓപ്ഷൻ സി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ K കേളപ്പൻ നയിച്ചു. ശരിയാണ്. രണ്ടാമത്തത് കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ. അതും ശരിയാണ്. 1930 നടന്നു. അതും ശരിയാണ്. ഇനി നാലാമത്തത് നോക്കുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം. തെറ്റാണ്. അഞ്ചാമത്തെ ഓപ്ഷൻ, 100ഓളം സ്വതന്ത്ര സമര സേനാനികളാണ് പങ്കെടുത്തത്. അതും തെറ്റാണ്. അപ്പം ഫസ്റ്റത്തെ ഓപ്ഷൻ എ ആണ്. 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ കാലക്രമം കണ്ടെത്തുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. രണ്ടാമത്തെ ഓപ്ഷൻ, ചൗരി ചൗര സംഭവം. മൂന്നാമത്തെ ഓപ്ഷൻ, ഉപ്പ് സത്യാഗ്രഹം. നാലാമത്തെ ഓപ്ഷൻ, ബംഗാൾ ഗസറ്റ്. അഞ്ചാമത്തത് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ഇതിൽ കറക്റ്റ് ഓർഡർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4, 1, 2, 3, 5. അതായത് ഫസ്റ്റ് വരുന്നത് ഓപ്ഷൻ ബംഗാൾ ഗസറ്റാണ്. ഇയർ 1780. സെക്കൻഡ് വരുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. അത് 1919 വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ചൗരി ചൗര സംഭവമാണ് 1922. പിന്നെ ഉപ്പ് സത്യാഗ്രഹം 1930. അത് കഴിഞ്ഞ് ക്വിറ്റ് ഇന്ത്യ സമരം 1942. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ, പ്രാർത്ഥനാ സമാജം. ഓപ്ഷൻ ബി, ആര്യ സമാജം. ഓപ്ഷൻ സി, ഹിന്ദു സമാജം. ഓപ്ഷൻ ഡി, ബ്രഹ്മ സമാജം. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതാണ് കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയൊക്കെ നവോത്ഥാന സംഘടനകളാണ്. ഇന്ത്യയിലുള്ള നവോത്ഥാന സംഘടനകളാണ്. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? നീല വിപ്ലവം. ബി, ധവള വിപ്ലവം. സി, ഹരിത വിപ്ലവം. ഡി, ഓറഞ്ച് വിപ്ലവം. അപ്പോൾ അതിൽ ഓറഞ്ച് വിപ്ലവമാണ് കൂട്ടത്തിൽ പെടാത്തത്. അത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാക്കിയൊക്കെ കാർഷികമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കൂട്ടത്തിൽ പെടാത്തത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? അപ്പോൾ അത് ഓപ്ഷൻ എ ആണ്. ഡോക്ടർ വിക്രം എ സാരാഭായ്. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. ഒന്നാമത്തത്, നൈൽ നദീതടങ്ങളിലാണ് വികസിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന, ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. മൂന്നാമത്തത്, തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ്. നാലാമത്തെ ഓപ്ഷൻ, പുരാതന ഈജിപ്ഷ്യൻ
ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരിക്കുന്നു. അപ്പോൾ ഇത് 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഡി ആണ്. മുഴുവൻ പ്രസ്താവനകളും ശരിയാണ്. 10ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഏത്? അപ്പോൾ അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, സിന്ധു നദീതട സംസ്കാരം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? അതിൻ്റെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ആഭ്യന്തര മന്ത്രാലയം. അടുത്ത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക. ഫസ്റ്റ് ഓപ്ഷൻ, മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. സെക്കൻഡ് ഓപ്ഷൻ, വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷയിലൂടെ കുട്ടികളുടെ കഴിവ് വിലയിരുത്തുന്നത്. 3ാമത്തെ ഓപ്ഷൻ, 2000 ആരംഭിച്ച പിസ 3 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. 4ാമത്തെ ഓപ്ഷൻ, പിസ റാങ്കിങ്ങിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 5ാമത്തെ ഓപ്ഷൻ, 2021 നടന്ന പിസ പരീക്ഷയിൽ കേരളമടക്കമുള്ള 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ, ഇന്ത്യയിൽ ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടെയാണ്. ശരിയാണ്, ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തത്, 1934 റിസർവ് ബാങ്ക് ആക്ട് RBI ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. അതും ശരിയാണ്. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കി. അതും ശരിയാണ്. 4ാമത്തെ ഓപ്ഷൻ, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന പേരിലാക്കി. അത് തെറ്റായൊരു പ്രസ്താവനയാണ്. അപ്പം 1, 2, 3 ആണ് ശരിയെന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഗോദാവരി, ഓപ്ഷൻ ബി മഹാനദി, ഓപ്ഷൻ സി നർമ്മദ, ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര. അപ്പോൾ ആൻസർ ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര, സിന്ധു, ഗംഗ ഒക്കെ ഹിമാലയ നദികളാണ്. ബാക്കിയൊക്കെ എന്താണ്? ഉപദ്വീപീയ നദികളാണ്. ഗോദാവരി, മഹാനദി, നർമ്മദ, കൃഷ്ണ, കാവേരി, താപ്തി ഇതൊക്കെ എന്താണ്? ഉപദ്വീപീയ നദികളാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. 32ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 1976 ഇത് പുറപ്പെടുവിച്ചിട്ടുള്ളത്. സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇൻ്റഗ്രിറ്റി എന്നുള്ള 3 വാക്കുകളും ഇതിലൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പം ഒറ്റ ഭേദഗതിയാണ് ഇതിനുണ്ടായിട്ടുള്ളത്. അത് 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നതും ഈ ഒരു ഭേദഗതിയാണ്. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തേത്, പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാകുന്നത്. മൂന്നാമത്തത്, നിയമം, വിദ്യാഭ്യാസം, ബലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ പ്രധാന മാർഗങ്ങൾ. 4ാമത്തെ ഓപ്ഷൻ, ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ്. അപ്പോൾ ഇതിൽ 1ഉം 4ാമത്തെ ഓപ്ഷൻസാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പം ആൻസർ ബി ആണ്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യനാണ്, സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സ്റ്റെല്ലേറിയം. ആകാശ കാഴ്ചകൾ കമ്പ്യൂട്ടറിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരോഗ്യം, ഊർജം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നതിനായി ജപ്പാൻ അടുത്ത കാലത്തായി രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏത്? ഫുഗാക്കു ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
ക്വസ്റ്റ്യൻ നമ്പർ 20. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റാണ് ഡാഷ്. കൂളോമാണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ്. ആംബിയർ യൂണിറ്റായിട്ട് വരുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെയാണ്. ഫാരഡേ യൂണിറ്റായിട്ട് വരുന്നത് കപ്പാസിറ്റൻസിൻ്റെയാണ്. വോൾട്ട് യൂണിറ്റായിട്ട് വരുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയാണ്. നെക്സ്റ്റ്, നിശ്ചിതമായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തര സമയ ഗ്രാഫ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. 22nd ക്വസ്റ്റ്യൻ. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകമാണ് ഡാഷ്. ആൻസർ ബി ആണ്, വോസ്റ്റോക്ക് 1. നെക്സ്റ്റ്, കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്, കാരണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തിനാണ് മാറ്റം സംഭവിക്കുന്നത്? അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, വേഗത, തരംഗദൈർഘ്യം. 25th ക്വസ്റ്റ്യൻ. ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമാണ്, കറക്റ്റാണ്. ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും, അപ്പം അതും കറക്റ്റാണ്. സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന അന്തര പ്രതിരോധം കുറയുന്നു, അത് തെറ്റാണ്. അപ്പം ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. 1 and 2 കറക്റ്റാണ്, അതായത് 1 and 2 ഓപ്ഷൻസ് കറക്റ്റാണ്. 26th ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ? ഇലക്ട്രിക് ഹീറ്റർ, മൈക്രോവേവ് ഓവൻ, റെഫ്രിജറേറ്റർ. ഇലക്ട്രിക് ഹീറ്ററും മൈക്രോവേവ് ഓവനും ശരിയാണ്, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ, 1ഉം 2ഉം. നെക്സ്റ്റ് 27th ക്വസ്റ്റ്യൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേദ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, പ്രളയ്. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, തമിഴ്നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊളോയിഡിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം? ഫസ്റ്റ് ഓപ്ഷൻ ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല. സെക്കൻഡ് ഓപ്ഷൻ പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. തേർഡ് ഓപ്ഷൻ പദാർത്ഥ കണികകളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. അപ്പം അതിൽ ഫസ്റ്റും സെക്കൻഡും ഓപ്ഷനാണ് കറക്റ്റ്, അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാനും ആസിഡുകളുടെ അയോണീകരണ സമവാക്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്, ഇവയിൽ ശരിയായവ ഏതെല്ലാം? അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ശരിയാണ്, 1, 2, 3, 4 എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്, ഇതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഫസ്റ്റ് ഓപ്ഷൻ പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. സെക്കൻഡ് ഓപ്ഷൻ പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. തേർഡ് ഓപ്ഷൻ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, എല്ലാം ശരിയാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ. 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 10 × 6.022 × 10⁻23 ആണ് കറക്റ്റ് ആൻസർ. 33ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം? അപ്പോൾ ഉരുക്കി വേർതിരിക്കൽ, കാൽസിനേഷൻ, ലീച്ചിങ്, റോസ്റ്റിംഗ്. അതിൽ കാൽസിനേഷനും റോസ്റ്റിങ്ങുമാണ് കറക്റ്റ് ആൻസർ, അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ. A+3B 2C+ താപം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ രാസപ്രവർത്തനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം മാർഗങ്ങളാണ് പുരോപ്രവർത്തനത്തിന് വേഗത്തിലാക്കാൻ സഹായിക്കുന്നത്? ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, അതായത് മർദ്ദം വർദ്ധിപ്പിക്കുന്നത് മൂലവും അതേപോലെ തന്നെ എയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നത് മൂലമാണ് ഇത് പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാം? അപ്പോൾ അതിൽ ഒന്നാമത്തതും അതേപോലെ തന്നെ മൂന്നാമത്തതുമാണ് ഫങ്ഷണൽ ഐസോമറുകൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ, അതായത് അലോട്രോപ്സ് ഏതെല്ലാം? അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഫുള്ളറിൻ, അതേപോലെ തന്നെ ഗ്രാഫൈറ്റ്,
പിന്നെ ഗ്രാഫീനും. അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, UN ജനറൽ അസംബ്ലി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയി പ്രഖ്യാപിച്ച വർഷം ഏത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 2019. 38ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത്? തിയോഡർ ഷ്വാൻ കോശത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തി. റുഡോൾഫ് വിർഷോ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. റോബർട്ട് ബ്രൗൺ നിലവിലുള്ള കോശങ്ങളിൽ നിന്നും മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് കണ്ടെത്തി. MG ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 39ാമത്തെ ക്വസ്റ്റ്യൻ, പോഷണ പ്രക്രിയയിലെ ശരിയായ ഘടകങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തി എഴുതുക. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. 40ാമത്തെ ക്വസ്റ്റ്യൻ, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക. വിറ്റാമിൻ ADEK. വിറ്റാമിൻ ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അപ്പം 41ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത്? ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതിൻ്റെ കേന്ദ്രം. അടുത്ത ഓപ്ഷൻ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. അടുത്തത് ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായി വർത്തിക്കുന്നു. അടുത്ത ഓപ്ഷൻ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതിൽ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ബാക്കിയൊക്കെ അതിൻ്റെ ധർമ്മങ്ങളാണ്. 42ാമത്തത്, തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗമേത്? സിക്കിൾ സെൽ അനീമിയ. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജൻ്റെ ഉറവിടം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. വാട്ടർ വിഘടിച്ചിട്ടാണ് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ടാണ് ഓക്സിജൻ എന്ത് ചെയ്യുന്നത്? പുറന്തള്ളുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻസ് സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.